ഹലോ ഗൈസ്, നമുക്കൊരു ലിഥിയം ഇൻവെർട്ടർ സെറ്റ് ചെയ്താലോ? ഹലോ ഗൈസ്, ഇത് 2000 വാട്ട്സിൻ്റെ ലിഥിയത്തിൻ്റെ ബോർഡാണ്. ഇതിൽ ഡിസ്പ്ലേ ഒക്കെ വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ നേരത്തേതിനെ അപേക്ഷിച്ച് 24 വോൾട്ട് ലിഥിയമാണ്. പിന്നെ ഡിസ്പ്ലേ ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ റെഗുലേറ്റർ ബോർഡാണ്. ഇതിൽ പ്രോഗ്രാമിന് പകരം വരുന്നത് മൊഡ്യൂളാണ്. ഇത് നമുക്ക് സെറ്റ് ചെയ്തതിന് ശേഷം കാണാം. നമ്മളിപ്പോൾ ഡിസ്പ്ലേയും ഫ്രണ്ട് പാനലും കണക്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മളിവിടെ ട്രാൻസ്ഫോമറും കണക്ട് ചെയ്ത് കഴിഞ്ഞു. 24 വോൾട്ട് 5 ഇഞ്ച് ട്രാൻസ്ഫോമറാണിത്. അങ്ങനെ നമ്മളിവിടെ ബോർഡ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കൂടെ തന്നെ പോസിറ്റീവ് വയർ ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ട്രാൻസ്ഫോമറിൻ്റെ ലീഡ്സും കണക്ട് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് വരുന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് ന്യൂട്രൽ വയറുകൾ ഇതിൻ്റെ അകത്ത് കണക്ട് ചെയ്യണം. നേരത്തെ കണ്ട ബോർഡിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. ഇത് ട്രാൻസ്ഫോമറിന് കാണുന്ന അവിടെ ഇതിൻ്റെ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട് കൊടുക്കണം. അങ്ങനെ ഇവിടെ കണക്ഷൻസ് എല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ന്യൂട്രൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഈ കാണുന്നത് ട്രാൻസ്ഫോമർ ഔട്ടാണ്. ഈ കാണുന്നത് ന്യൂട്രലാണ്. ഈ കാണുന്ന NC എന്ന് പറയുന്നത് ലൈൻ ഇൻപുട്ടാണ്. കോമൺ എന്ന് പറയുന്നത് ലൈൻ ഔട്ട്പുട്ടും. അത് ഇതിൻ്റെ ബാക്ക് സൈഡിൽ കണക്ടറിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കാണുന്ന റെഡ് വയർ അടിയിൽ കാണുന്ന റെഡ് വയർ ഇന്നാണ്, ലൈൻ ഇന്നാണ്. നടുവിലായിട്ട് ന്യൂട്രൽ ഉണ്ട്. ഏറ്റവും ലാസ്റ്റായിട്ട് ലൈൻ ഔട്ട് കാണാം. ഇനി ഇതിൻ്റെ റെഗുലേറ്റർ ഐസി ഫിറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് കാലിബ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ എല്ലാ ഫിറ്റിങ്സും കഴിഞ്ഞ് നമ്മൾ റെഗുലേറ്റർ ബോർഡും ഫാനും പിന്നെ സ്വിച്ചസും എല്ലാം കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ചെക്ക് ചെയ്യണം. നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായി ഇത് ലിഥിയം ബാറ്ററിൻ്റെ ബോർഡാണ്. അപ്പോൾ ലിഥിയം ബാറ്ററി എടുത്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ലിഥിയം 24 വോൾട്ട്. ഈ കാണുന്നത് വിയോൺ ബാറ്ററിയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇപ്പോൾ കാണാം. എല്ലാം ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ നോ ലോഡിലുള്ള ആംബിയർ നമുക്കിപ്പം കാണാം. ഈ ബോർഡിലുള്ള കാലിബ്രേഷൻ ഇതിൽ പാസ്വേഡാണ്. ഓരോ 2-3 പാസ്വേഡുകളുണ്ട്. അതെല്ലാം നമ്മൾ സെറ്റ് ചെയ്യണം. ഓരോ ബോർഡിലും ഓരോ തരത്തിലുള്ള കാലിബ്രേഷൻ സെറ്റിങ്സാണ് വരുന്നത്. അതിനനുസരിച്ച് കാലിബ്രേറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മളിവിടെ സെറ്റിങ്സ് എല്ലാം പൂർത്തീകരിക്കുകയാണ്. ലിഥിയം ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും വളരെ അടുത്തടുത്താണ് വരുന്നത്. അപ്പോൾ ഓരോന്നും ക്യാപ്പിട്ടതിന് മാത്രം കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തതായി നമുക്ക് ഇൻവെർട്ടർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇൻവെർട്ടർ ഓൺ ആയിരിക്കുകയാണ്. അടുത്തതായി നമുക്ക് സപ്ലൈ കൊടുത്ത് നോക്കാം. ഇപ്പോൾ ലൈനിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. കറണ്ട് കട്ടാകുമ്പോൾ 1 ബീപ്പ് സൗണ്ടും ലൈൻ വരുമ്പോൾ 3 ബീപ്പ് സൗണ്ടുമാണ് വരുന്നത്. അടുത്തതായി നമുക്ക് ആംബിയർ മെഷർ ചെയ്യാം. 21.6 ആംബിയറിൽ ബാറ്ററി ചാർജ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 6.3 വോൾട്ട് മെയിൻസ് വോൾട്ട് ഇല്ല. ലോഡ് ചെക്കിംഗ് ആണ്.
ഇൻവെർട്ടർ വോൾട്ട് 219, 45%. ഇത് ഓക്കെയാണ്. ലിഥിയം ബാറ്ററിയിലാണ് ചാർജിങ് നടക്കുന്നത്. ഇപ്പോൾ ഇൻവെർട്ടർ സ്റ്റാൻഡ് ബൈ മോഡിലാണ്. മെയിൻസിൻ്റെ ഇൻഡിക്കേറ്റർ അവിടെ കാണാം, ബാക്കപ്പിൻ്റെ ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്തിട്ട് കാണാം. ഇപ്പോൾ ഇൻവെർട്ടർ സ്റ്റാൻഡ് ബൈ മോഡിലാണ്. ഇപ്പോൾ എല്ലാ സെറ്റിങ്സും കാര്യങ്ങളും എല്ലാം സെറ്റിൽ കഴിഞ്ഞുള്ള ഫൈനൽ ലുക്കാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് കേസ് ചെയ്യാം. അങ്ങനെ 2500 VA ലിഥിയത്തിന് വേണ്ടിയിട്ടുള്ള ഇൻവെർട്ടറോടെ സെറ്റായിരിക്കുകയാണ്.